കൊച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മെഴുക്കുവരട്ടിയാണേ. അതിപ്പം നല്ല വെളുത്ത ബീൻസ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒടിച്ചൊടിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനത്തെ ബീൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മെഴുക്കുവരട്ടി വെക്കാം. മെഴുക്കുവരട്ടി വെക്കാനായിട്ട് തേങ്ങ അടത്തി എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഞെടുപ്പൊക്കെ ഒന്ന് നടത്തിയെടുക്കാമേ. ഈ വള്ളിയൊക്കെ ഒന്ന് എടുത്ത് നമുക്ക് ഒന്ന് എടുക്കാം. ഇങ്ങനെ അപ്പോൾ നമ്മളെല്ലാം ഞെടുപ്പെടുത്തി നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിഞ്ഞു കൊടുക്കാവേ. ഇങ്ങനെ ഇപ്പം അരിയുന്നത് നമ്മളെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ട് വെക്കാൻ വേണ്ടിയാണ്. ചെരിച്ചൊക്കെ എരിയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പിന്നെ മെഴുക്കുവരട്ടി വേകാനും ഉപ്പും എരിവും ഒക്കെ പിടിക്കാൻ എളുപ്പമുണ്ട്. അപ്പം കുഞ്ഞുള്ളി നല്ല ഇതുപോലെ കീറി എടുക്കാവേ. മുളക് നമ്മൾ അരിഞ്ഞ് കൊടുക്കുകയാണ്. അപ്പം മെഴുക്കുവരട്ടി ആയതുകൊണ്ട് മുളക് എരിവുള്ള മുളകാണ്. അപ്പം ഇത്ര മുളക് മതിയേ. നമുക്ക് ഇപ്പം ഇത്ര മുളക് മതിയേ. അപ്പം നമുക്കിത് ഉണ്ടല്ലേ, അപ്പോൾ നമുക്കൊന്ന് തേങ്ങ കൊത്തിയെടുക്കാവേ. നമുക്കൊന്ന് തീ കത്തിച്ച് കൊടുക്കാവേ. ചട്ടി അടുപ്പ് വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. ഇച്ചിരി ഒന്ന് മൂത്ത് വന്നാൽ മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങയെ. നമുക്ക് ഇച്ചിരി കരിയാപ്പില ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാവേ. തീ കുറച്ചു പച്ചക്കളറൊക്കെ കരിയാപ്പിലയുടെ മാറുന്നതിനിടെ നമുക്ക് കോരിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ലേശം കടുകിട്ട് കൊടുക്കുന്നു. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാവേ. ബീൻസും പച്ചമുളകും കുഞ്ഞുള്ളി എന്തേരം ഉണ്ടെന്ന് പറഞ്ഞാലും കുഞ്ഞുള്ളി ഏറ്റവും ടേസ്റ്റാണ് മെഴുക്കുവരട്ടിക്ക്. നമുക്കിപ്പോൾ സമയക്കുറവ് കൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ, എന്നാലും എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുകയാണേ ആവശ്യത്തിന്. അപ്പം അത് മതിയായിരിക്കുമേ. കൃത്യമാണ് നമ്മളിടുന്ന ഉപ്പ്. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാവേ. ഇച്ചിരി നേരം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ഇച്ചിരി നേരം ഞാൻ മൂടി വെച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ല കണ്ടില്ലേ, വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീൻസിനകത്തൊക്കെ വെള്ളമുണ്ട്. ഇത് തീ കൂടാതിരുന്നാൽ മാത്രം മതി. തീ കൂടിയാൽ പ്രശ്നമാണെന്ന്. അപ്പം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം
നമുക്ക് ആ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും കരിയാപ്പില ഇട്ട് കൊടുക്കണമേ, എന്നാലേ ഉപ്പ് പിടിക്കത്തുള്ളൂ. തേങ്ങാക്കൊത്തിനകത്തൊക്കെ ഉപ്പ് പിടിക്കണമെങ്കിൽ ഇച്ചിരി നേരത്തെ ഇട്ട് കൊടുക്കണം. നേരത്തെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിലിട്ടാൽ അത്ര ഒക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്താ പച്ചപ്പൊക്കെ കാണണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണേ. കരിയാപ്പില അപ്പോൾ നമ്മൾ ബീൻസ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചരിച്ചരിയുമ്പോൾ ഉണ്ടല്ലോ അകത്തൊക്കെ ഉപ്പൊക്കെ പിടിക്കാനും എരിവ് പിടിക്കാനും ഒക്കെ നല്ലൊരു ഇതാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ബൗളിലോട്ട് മാറ്റുവാണേ. അപ്പം നമ്മുടെ ബീൻസ് മെഴുക്കുവരട്ടി അപ്പം മെഴുക്കുവരട്ടി എടുത്തിട്ടുണ്ട്. ഇച്ചിരി കറിനാരങ്ങ കടുകപ്പുളി അച്ചാറുണ്ട്, ഉരുളക്കിഴങ്ങ് കറിയുണ്ട്, മീൻ വറുത്തമുണ്ട്, മോര് കൂട്ടാനുണ്ട്. അപ്പം നമുക്കൊന്ന് ഉണ്ട് നോക്കാം മെഴുക്കുവരട്ടി കൂട്ടി. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ബീൻസൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി കടന്നിട്ട്